പഠിച്ചോനെ കടുവ കടുവ അടര് മണ്ടേരി മണ്ടേരി പഠിച്ചോനെ കടുവ ഇറങ്ങിക്കണ് കടുവ 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 ഇറങ്ങിക്കണ് ഇന്റെ പഠിച്ചൊരു മനുഷ്യനെ കാണാനല്ലോ ഇവിടെ വാ മണ്ടേരി കടുവ കടുവ ഇറങ്ങിക്കണ് ഇവിടെ വാ കടുവ ഇറങ്ങിക്കണ് കടുവ കടുവ ഇവിടെ വാ പണ്ടാരെ പണ്ടാരം വെച്ചവിടെ വാ ഇവിടെ മാറ കുരിപ്പേ കടുവ ഇറങ്ങിക്കണേ കടുവ കടുവന്നെയാണ് നിങ്ങൾ നോക്കിക്കണോ എന്തോ ഒരു അളക്കം കണ്ടു ഞാൻ വണ്ടിക്ക് ഔത്തറച്ചി കലങ്ങി അറിയാങ്ങൾക്ക് എന്റെ ഔത്തറച്ചി കളങ്ങി എന്റെ കലങ്ങാൻ ഒന്നും ബാക്കിയില്ല അപ്പൊ പേടിച്ചിട്ട് കാരണം ഞാനെന്റെ പിന്നെ ആടിന്റെ പുല്ലിങ്ങനെ എടുക്കുന്ന സമയത്താണ് ഒരു വലിയൊരു അളക്കം കണ്ടത് അത് പിടിച്ചപ്പോ കുതിര അങ്ങോട്ട് കൊണ്ടുക ഞാൻ കരുതി നിങ്ങൾ വിളിച്ചു കണ്ടപ്പോ കടുവനെ കണ്ടിട്ടാണ് എന്നാ ഒന്ന് ഉറപ്പിച്ചിട്ട് വിളിച്ചൂടെ ഞാൻ കടുവന്റെ ഉള്ളിൽ പോയിക്കാണ്ട് കടുവേ ചൊല്ലു വരാ വയനാട്ടില് നമ്മളെ പാവപ്പെട്ട കുട്ടിനെ കടുവ കടിച്ചു കൊന്നു എങ്ങനെ എത്ര കൊന്നു ആനയും കടുവയും ഒക്കെ മനസ്സിനെ കൊല്ലുക മനസ്സിന് വലിയ വിലയുണ്ടോ അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് കടുവേ ഞാൻ ആചാരാണ് ഈ നാട്ടിലേന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ അങ്ങോട്ട് മുണുങ്ങും എന്നാ നമ്മുടെ സർക്കാരിന് അവർക്ക് ഫോം വിളിച്ചു പറഞ്ഞാൽ നമ്മളെ പേരിൽ കേസായി കയറും അതാണ് ഇന്നത്തെ കാലം മൃഗങ്ങളെ സംരക്ഷിച്ചണ്ട പിന്നെ മൃഗങ്ങളെ സംരക്ഷിച്ചുകൊള്ളി നിങ്ങളിങ്ങനെ മൃഗങ്ങളെ സംരക്ഷിക്കണ ചെങ്ങായി ഈ കണ്ട മൃഗങ്ങളൊക്കെ മനുഷ്യന്മാര് തിന്നാലേ ഈ മനുഷ്യന്മാര് എവിടെ സംരക്ഷിക്കാൻ ആളുണ്ടാവുക മനുഷ്യന്മാർക്ക് സംരക്ഷണം ഞാൻ നിങ്ങൾ വെറുതെ പറയണേ നിങ്ങൾ മനുഷ്യന്മാരെ കൊന്നുകാണ്ട് ജയിലിൽ പോയാൽ കാണി അല്ലെങ്കിൽ വല്ല തണ്ണിപ്പും കാട്ടിക്കാണ്ട് ജയിലിൽ പോയാൽ കാണി നല്ല സുഖമാണല്ലോ തിന്നാൻ പള്ളറച്ച് കിട്ടും ടൈം ടേബിളാണ് തിന്നാൻ തരാം ഇറച്ചി വേറെ മീൻ വേറെ കോഴി വേറെ ആട് വേറെ ഓരോ ദിവസം മാറി മാറി ഇങ്ങനെ തരും അത് പറഞ്ഞ ശരിയാണ് പണ്ടൊക്കെ നമ്മള് ഗൾഫ് പോകുമ്പോഴാണ് നമ്മളെ ഈ ആപ്പിള് മാറി മുഖം അങ്ങനെ കാണുക ഇപ്പൊ ജയിലിൽ പോയി 6 മാസം കഴിഞ്ഞപ്പോ തടിച്ച് കൊയ്ത്ത് ഇങ്ങനെ ഉഷാറായിട്ട് അത് ശരിയാണ് അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് ശമ്പളം കിട്ടും പണിയെടുത്ത് അവിടെ പണിയും തരും പോരുമ്പോ ശമ്പളം കിട്ടും അത് നമ്മള് പേപ്പറിൽ വായിച്ചപ്പോഴാണ് അത്ര 30 ഇരട്ടിയോ 40 ഇരട്ടിയോ കൂട്ടി കൊടുക്കുകയാണ് കാരണം ഇനി പല്ലക്കാരൊക്കെ ജയിലിൽ പോയി പണിയെടുക്കേണ്ടിരുന്നു തോന്നുന്നുണ്ട് അത്രയും ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ജോലി എടുക്കണ്ടേ ഭരിച്ചന പോലെ കുടുംബക്കാർക്ക് ജോലി എടുക്കണ്ടേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പാവങ്ങൾക്ക് എവിടുന്ന ജോലി അല്ല അപ്പൊ യുവാക്കളായ നിങ്ങൾക്ക് പണിയൊന്നും വേണ്ടേ പണി തന്നാലല്ലേ പണി ഉണ്ടാവുള്ളൂ പണി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാ ഇവിടെ ഏർപ്പാട് തുടങ്ങിയ വിജയിക്കുണ്ടോ ഇല്ല പിന്നെ വെറുതെ അടക്കല്ല എന്താ കാട്ടുക അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകല്ലേ എടുക്കോണ് ഞങ്ങൾ കൊറേ യൂറോപ്പിക്ക് പോവും അമേരിക്കക്ക് പോവും അവിടൊക്കെ പോയിക്കോളി അവിടെ ഇല്ലപ്പോ ഈ കണ്ട മനുഷ്യന്മാരൊക്കെ അങ്ങോട്ട് പോയപ്പോ അവിടെ എല്ലാ ആളുകളൊക്കെ അവിടുത്തെ എല്ലാ ആളുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങളെ പോലത്തെ ആളുകളുണ്ടല്ലോ മന്തിയും അത് പറയാം കുഴിമന്തിയും ആടും ഒക്കെ തിന്ന് പ്രതികരണ ശേഷി ഇല്ലാതെ ഉണ്ട് നിങ്ങള് ഇന്നലെ ആ പാവപ്പെട്ട കുട്ടിനെ കടുവ കടിച്ചു കൊന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ സാധാരണ നാട്ടുകാർ എന്നാണ്ട് ആ മജ്ജത്ത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക ഇതൊന്ന് ആലോചിച്ച് നോക്കാം ആ കടുവന്റെ മുമ്പിൽ കടുവണ് ചാടുകയാണ് ഈ കുട്ടിന്റെ നേരെ എന്നിട്ട് ഈ തലമൊന്നും ഇവിടുന്ന് കടിച്ചാണ് കൊന്നു വലിച്ചു കൊണ്ടേക്കാണ് ഇത് ഈ പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് അവിടുത്തെ കുറച്ച് നാട്ടുകാർ കൂടിയോണ്ട് ജനങ്ങൾ അറിഞ്ഞു ഇല്ലെങ്കിൽ ആ മജ്ജത്തണ്ട് മൂടും ഇത് നമ്മളെ ഇവിടുത്തെ MLA-മാരുതോ MP-മാരുതോ മന്ത്രിമാരുതോ കേന്ദ്രമന്ത്രിമാരോ ബഗീൽ തൂരെ കുടുംബത്തിന്റെ ആരുടെയെങ്കിലും ആണെങ്കിൽ അവിടെ പട്ടാളം വരും പോലീസ് വരും അവിടേക്ക് എത്ര കോടിക്കണക്കിന് ഉറുപ്പ്യ ഒഴുകി കൊടുക്കും ഇത് ഈ പാവപ്പെട്ട കുട്ടി മരിച്ചപ്പോഴേ അതിനുണ്ട് പുതിയാപ്പളുണ്ട് കുട്ടികളുണ്ട് 46 വയസ്സായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീക്ക് എന്നിട്ട് മൃഗങ്ങളെ തൊടാൻ പാടില്ല പന്നിനെ തൊടാൻ പാടില്ല കുരങ്ങനെ തൊടാൻ പാടില്ല പൂച്ചനെ തൊടാൻ പാടില്ല നായിനെ തൊടാൻ പാടില്ല പട്ടിനെ എത്ര പട്ടിയാള് നമ്മളെ പാവപ്പെട്ട കുട്ടികളെ കടിച്ചേറി എന്തെങ്കിലും ഇന്നും പട്ടിയാള് നടക്കുക പട്ടിനെ തൊട്ടുമ്പോ പട്ടി സ്നേഹികൾ കൊണ്ടുപോകാൻ ഇറങ്ങിയില്ലേ ഇല്ലേ ഇവിടെ മനുഷ്യനെ കൊന്നാലും പ്രശ്നമല്ല മനുഷ്യനൊന്നും വിലയില്ലല്ലോ മൃഗത്തിന് തൊടാൻ പാടില്ല മൃഗങ്ങളെ തൊട്ടോ ഓൻ ജയിലിൽ കിടക്കും ഓന് 1 കൊല്ലമല്ല 10 കൊല്ലമല്ല 25 കൊല്ലം കിടന്നാലും ജയിലിൽ നിന്ന് ഇറങ്ങൂല ഇവിടെ കുറെ സിനിമാ നടന്മാരും അതുപോലെ തന്നെ വലിയ വലിയ പൈസക്കാരൊക്കെ ഒരു മൃഗത്തിനെ തൊട്ടപ്പോഴേ ഓളും കുറെ കാലം ജയിലിൽ കിടന്നു അല്ലേ എന്നാ മനുഷ്യന്മാരെ കൊന്നാലോ ഓന് എത്ര പാപ്പരായ മനുഷ്യനാണെങ്കിലും ഓന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങാം അതാണ് മൃഗത്തിന്റെ വില എന്നെ പോലത്തെ ആളുകളുണ്ടല്ലോ ഈ ചിക്കനും മട്ടനും പിന്നെ മന്തിയും കുഴിമന്തി കഴിച്ച് പ്രതികരണ ശേഷി ഇല്ല ഇത് ആരോട് പറയാനാ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ സർക്കാരുകളെ തിരുത്താൻ പോയിരുന്നു ഏത് സർക്കാരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ സർക്കാർ നിലനിൽക്കണ ഈ കള്ളും ലോട്ടറിയും വിറ്റിട്ടല്ലേ പിന്നെ ഇവര് നിലനിന്നില്ലെങ്കിൽ എന്താ കാട്ടുക അപ്പൊ അവിടെ പോത്തെ ഇട്ട് ഷർട്ട് അതിന് നികുതി കൊടുക്കുന്നുണ്ട് അതിന്റെ പാൻ ഉണ്ടല്ലോ അതിന് നികുതി കൊടുക്കുന്നുണ്ട് അതിന്റെ ചെരുപ്പ് ഉണ്ടല്ലോ അതിന് നികുതി കൊടുക്കുന്നുണ്ട് അതിന്റെ ഉള്ളിട്ട പിന്നെ ചെടി ഉണ്ടല്ലോ അതിന് വരെ അതിന്റെ 18%, 20%, 12% നികുതി അടച്ചോണ്ടാണ് ഈ ഇവിടുത്തെ അതൊക്കെ പറ്റു അറിയാം
ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നടക്കുന്നതും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തിന്നുന്നതും ഓല് വണ്ടിയോട്ട് നടക്കുന്നതും ഓല് വാങ്ങുന്ന ശമ്പളം ഒക്കെ നമ്മളെ നികുതി അറിയാം. പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാട്ടണ്ടേ? ഇതിനിപ്പോ എന്താ മാർഗമല്ലേ? ഇതിന് മാർഗം ഞാൻ പോത്തേ ഞാൻ പറയണത്. അന്റെ പാർട്ടി ആണെങ്കിലും ഇന്റെ പാർട്ടി ആണെങ്കിലും തെറ്റ് പറങ്ങി പോടാന്ന് പറയുന്നു. അന്റെ ഒക്കെ ചെറുപ്പകാലത്തെ ഞങ്ങളെ പോലത്തെ യുവാക്കൾ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരാണെങ്കിലും നാട്ടുകാർക്ക് വേണ്ടി അടുത്ത തലമുറക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് പഠിച്ചിട്ട് സ്കൂളുണ്ടല്ലോ. ഇവിടുത്തെ ഏതെങ്കിലും കോപ്പന്മാരുണ്ടാക്കിയതാണോ? അല്ലല്ലോ. ബാപ്പമാർക്ക് പഴയ മന്ത്രിമാരുണ്ടാക്കിയതാണ്. ഇവിടുത്തെ എയർപോർട്ട്, ഇവിടുത്തെ ആസ്പത്രികള് അതൊക്കെ വിറ്റ് തൊലച്ചില്ലേ? ചോദിച്ചൂല. നിങ്ങൾക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തോളം കാലം നിങ്ങൾ ഈ മൊബൈലും ഇങ്ങനെ തോണ്ടിക്കളിച്ചും ആകെ കിട്ടുന്ന എന്താണ്? കുറച്ച് വർഗീയതയും കുറച്ച് രാഷ്ട്രീയവും പിന്നെ കുറേ മയക്കുമരുന്നും. അതില്ലായിടത്തോളം കാലം നിങ്ങൾ നന്നാവില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും കൂടി നിങ്ങളെപ്പോലത്തെ ടീമിനെ പറ്റിച്ച് ഓല് ഇങ്ങനെ ഉണ്ടാക്കും. ഓല കുട്ടികളും മക്കളും ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വല്ല ഫാക്ടറി ഇതൊക്കെ വാങ്ങി കൊടുക്കും. എന്നിട്ട് പാവപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ആളുകൾ ചർച്ച ഉണ്ടാക്കുമ്പോൾ ഓലെന്ത് ചെയ്യും? നിങ്ങൾക്ക് 10 ലക്ഷം തരാറ് അല്ലേ? അതെല്ലാം ഉണ്ടാവുക. ഇനി ആ കുട്ടിക്ക് എന്താ കൊടുക്കുക? അതെന്തായി? അതിന് പുതിയാപ്പൾക്കും അതിന് കുട്ടിയാക്കും പോയി. ഇവരെന്താക്കും? ഒരു 10 ലക്ഷം. ഒരു മനുഷ്യന് 10 ലക്ഷം ഉള്ളൂ അങ്ങനെ വില. അന്നെ പോലത്തെ ആളുകളോടൊന്നും പറഞ്ഞിട്ട് കാര്യം. ഇതിന്റെ കണ്ണു മുമ്പ് പോവാല്ലേ? അല്ലെങ്കിൽ ഇന്റെ അടുത്ത് മൂന്നൊക്കെ ഇന്റെ അടുത്ത് കിട്ടും. പോടുത്ത് പാണ്ടാരങ്ങള് ചിലപ്പോഴത്തെ ആളുകൾ ഉള്ളിടത്തോളം നാടുണ്ടാവില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്.